ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളുടെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് കണ്ടിന്യൂസ് അല്ല, ഒരു ഓർഡറിൽ പോകാം, ഒരു ഹോം മെയ്ഡ് പ്രൊഡക്റ്റുമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ഇൻട്രോ പോലത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്കിൻ കെയർ ഇട്ടിട്ടുണ്ടായിരുന്നു ഹോം മെയ്ഡായിട്ടുള്ള. അപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണേ ഉള്ളൂ കേട്ടോ. തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ അതിനൊന്നും പ്രിപ്പയർ ആയിട്ടുണ്ടാകുന്നില്ല. ഞങ്ങൾ ഡയറക്റ്റ് ആ തീം വന്നു, മനസ്സിൽ വന്നു, അങ്ങനെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു. ഒരു വീഡിയോ ഞാൻ കാണിച്ചു. ഇനി അടുത്ത വീഡിയോ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പ്രോഡക്റ്റുകൾ ഞാൻ ഇതുപോലെ വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സിങ് വീഡിയോ ആയിട്ട് കാണിക്കാനായിട്ട്. ഒരു 3-4 ഐറ്റം ഉള്ളൂ കേട്ടോ, വളരെ ചുരുക്കമാണ്. അപ്പോൾ ഫോൾട്ടുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് എനിക്ക് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എന്താണെന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതേ ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പർപ്പിളിൽ നിന്ന് തന്നെ കേട്ടോ ഓർഡർ ചെയ്തത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എല്ലാം നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിലും നല്ല ക്വാളിറ്റി എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റൂലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പർപ്പിളിൽ നിന്ന് തന്നെ ആൽ ഗുഡ്സിൻ്റെ കുറച്ച് ഐറ്റംസ് ഹോം മെയ്ഡായിട്ടുള്ള പാക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ മേടിച്ചേക്കണത്. ഇനി അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം വീഡിയോ ഇറക്കാനായിട്ട്. അപ്പം ഞാൻ മേടിച്ച പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. സൗണ്ട് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് തന്നെയാണെങ്കിൽ ക്ഷമിക്കുക, കൊച്ചുള്ള കാരണം നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസിൽ വരെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ക്ഷമിക്കാം. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. വളരെ പേപ്പർ ആയത് കാരണം ഞാൻ അത്രയൊന്നും ഉപയോഗിക്കണില്ല കേട്ടോ, ജസ്റ്റ് കട്ട് ചെയ്യുവാണേ. എൻ്റെ പാക്കിംഗ് ഒക്കെ നല്ല ഇതാണ്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഐറ്റം ഉണ്ടോ, പാക്കിംഗ് ഒക്കെ നല്ല ഓക്കെയാണ്. കണ്ടോ, 3 ഐറ്റം ഒന്നിച്ചാണ് വന്നേക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംല പൗഡർ ആട്ടോ, ആൽ ഗുഡ്സിൻ്റെ ആംല പൗഡർ ആട്ടോ ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓർഡർ ചെയ്തപ്പോഴത്തേക്കും 50 ഗ്രാമാണുള്ളത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 110 രൂപയാണ്. പക്ഷേ എനിക്ക് 89 അങ്ങാണ്ട് ഓഫറിന് കിട്ടിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ആൽ ഗുഡ്സിൻ്റെ സാൻഡൽവുഡ് പൗഡർ ആട്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് അത്യാവശ്യമുള്ളതാണ്. ഇതും 110 തന്നെയാണ്. 99 അങ്ങാണ്ട് എനിക്ക് ഓഫറിന് തന്നെ കിട്ടിയത്. 110 എനിക്കായില്ല, 50 ഗ്രാം തന്നെയാണ്. ഇതും 100% നാച്ചുറൽ എന്നാട്ടാ ഇതെല്ലാം എഴുതിയേക്കണത്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റോസ് പെറ്റൽ പൗഡർ ആട്ടോ, ആൽ ഗുഡ്സിൻ്റെ തന്നെ. ഇതും 50 ഗ്രാം തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് 100 രൂപയാണ്. ഇതിനും 99 89 ആയിരിക്കും. അപ്പോൾ ഇതിനാണ് 89 വരുന്നത്. ഇതിനൊക്കെ 99 പ്രൈസിൽ കിട്ടിയതാട്ടോ. ഇതൊക്കെ നമുക്ക് ഹോം മെയ്ഡ് പാക്കിനുള്ള ബാത്ത് അതിൻ്റെ ഫുൾ ബോഡിയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കണത്. അപ്പോൾ ഇത് റോസ് പെറ്റൽ പൗഡർ ആട്ടോ. ഇനി അടുത്തത് നോക്കാം. അപ്പോൾ ഈ ഒരു ഇതിലെ കഴിഞ്ഞ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. പിന്നെ ആൽ ഗുഡ്സിൻ്റെ വൈൽഡ് ടർമറിക് പൗഡർ, കസ്തൂരി മഞ്ഞൾപ്പൊടി ആട്ടോ. ഫോർ സ്കിൻ നാച്ചുറലാണ്, 100% നാച്ചുറലാണ്. 50 ഗ്രാം തന്നെയാണ് വെയിറ്റ് വരുന്നത്. ഇത് 115 രൂപയാണ്. പക്ഷേ എനിക്ക് 99 രൂപ തന്നെ. ഇതെല്ലാം 99 രൂപയ്ക്ക് ഓഫറിന് കിട്ടിയതാട്ടോ എനിക്കിതെല്ലാം. അപ്പോൾ ഇതൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. ഇനിയും പ്രോഡക്റ്റുകൾ വേണം. അപ്പോൾ ഞാൻ ഇത്ര തൽക്കാലം ഓർഡർ ചെയ്തേക്കണേണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ആൽ ഗുഡ്സിൻ്റെ ഓറഞ്ച് പീല്, അത് 50 ഗ്രാം തന്നെയാണ്, 110 രൂപ വന്നത്. ഇതും 100% നാച്ചുറലാണ്. അപ്പോൾ ഇത്ര ഐറ്റം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇനിയും പ്രൊഡക്റ്റുകൾ മേടിക്കണം. അത് ഞാൻ പർപ്പിളിൽ നിന്നല്ല മേടിക്കണം, അതെനിക്ക് ആയുർവേദ ഷോപ്പിൽ പോയിട്ട് വേണം മേടിക്കാനായിട്ട്. അപ്പം ഞാൻ ഒന്നെല്ലാം സെറ്റ് ചെയ്ത് തന്നേ ഉള്ളൂ. അപ്പം ഞാൻ
സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് വീഡിയോ ഇറക്കിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ചെയ്യണ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നിട്ട് വേണമല്ലോ ഞാൻ വീഡിയോ ഇറക്കാനായിട്ട്. ആ കൂട്ടത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടി ഓർഡർ ചെയ്തത്. അത് കാണിക്കേണ്ട ആവശ്യമില്ല, എന്നാലും കാണിക്കാതിരിക്കാനായിട്ട് തോന്നില്ല. ഇതും കൂടി ഉള്ള കേട്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറം, വൈറ്റമിൻ സി സെറോട്ട ഡംഡോക്കിൻ്റെ. ഇത് നമുക്ക് സ്കിന്നിൽ നമ്മൾ ഒരു റുട്ടീനായിട്ട് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, സെറം ഇത് ഓൾറെഡി നമ്മൾ എന്നും ഡെയിലി അപ്ലൈ ആണ്. പക്ഷേ പിന്നെ ഈ ക്രീമുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, ബ്രൈറ്റനിങ് ക്രീം അല്ലെങ്കിൽ നൈറ്റ് ക്രീം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ ഒട്ടും യൂസ് ചെയ്യണില്ല കേട്ടോ. എന്നുവെച്ചാൽ ഇതൊന്നും ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയണില്ല, വെളുക്കുമെന്ന് ഞാനൊരു പറയണില്ല. സ്കിൻ കെയറിങ് അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന. ബ്രൈറ്റനിങ്, ഗ്ലോ, ഫ്രഷ്നെസ് ഇത് മാത്രമേ ഞാൻ പറയണുള്ളൂ കേട്ടോ. ഈ എൻ്റെ ഒരു വീഡിയോ കൊണ്ട് ഞാൻ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഇത് ഓക്കെ ആവണവരുണ്ടാവും, ഓക്കെ അല്ലാത്തവരുണ്ടാവും. അതൊക്കെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് ട്രൈ ചെയ്യുക. കുരുക്കളും കാര്യങ്ങളും വരണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുക. അതാണ് ഞാൻ മെയിനായിട്ട് പറയണത്. അപ്പം ഇതെല്ലാം മേടിച്ച് ഞാൻ സ്റ്റോറേജ് ബോക്സ് ഇനി കുറച്ച് എനിക്ക് മേടിക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, തുടക്കക്കാരിയാണ്, വളർന്നു വന്നേ ഉള്ളൂ. അപ്പം ഓരോന്നേ കുട്ടി മേടിച്ച് കൂട്ടി വെച്ച് വന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടമാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനിതുപോലെ തന്നെ സ്റ്റോറേജിൻ്റെ അതും കൂടി കാണിച്ചു തരട്ടെ. സ്റ്റോറേജിനായിട്ട് ഒരു സെറ്റും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇച്ചിരി വലുതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ബോഡി ബാത്ത് പൗഡറൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഞാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഇട്ടൊക്കെ അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് സെറ്റ് മേടിച്ചിട്ടുണ്ട്. ഇത് വേറെ കാര്യത്തിനാണ്. ഇനി ഇതൊക്കെ നമുക്ക് അധികം വേണ്ടാത്ത കാരണം കുട്ടി സ്റ്റോറേജ് ഇനി ഒരു ഓർഗനൈസറായിട്ട് എനിക്ക് മേടിക്കാനുണ്ട് കുറച്ച്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഞാൻ ഓരോ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളും കൂടി കാണിച്ചു തരുമല്ലോ. ഇപ്പോൾ പ്രൊഡക്റ്റ് എന്താണ് അല്ലെങ്കിൽ പാക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുമല്ലോ. ഞാൻ എന്താ ചെയ്യാൻ പോണേന്നും കൂടി നിങ്ങളെ അറിയിച്ചിട്ട് വേണമല്ലോ, കാണിച്ചിട്ട് വേണം എന്തൊക്കെ മേടിച്ചു എടുത്തു എങ്ങനെയാണെന്ന് ഒന്ന് അറിയിച്ചിട്ട് വീഡിയോയിലേക്ക് കിടക്കാമെന്ന് കരുതി. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് അടുത്ത സ്കിൻ കെയർ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരും. അപ്പോൾ വെയിറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ഇട്ട് പോകാനല്ല ഉദ്ദേശിച്ചേക്കണത്. അപ്പം ലിമിറ്റ് ചെയ്ത് ഇടുള്ളൂ, വീഡിയോസ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഫോൾട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പറയണേനും ചെയ്യണേനും. അതും നിങ്ങൾക്ക് പറയാം, ഇങ്ങനെയല്ല, ഇങ്ങനെയും കൂടി കുറച്ചും കൂടി ആയ ബെറ്റർ ആയിരുന്നു എന്ന് വരെയും കമൻറ്റ് വിടാം. അപ്പോൾ അതും ഞാൻ മുൻകൂട്ടി പറയണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇട്ട് സ്കിൻ കെയറിൻ്റെ വീഡിയോ ഇട്ട് തന്നെയാണ് വന്നത്. വീഡിയോ ഇട്ട് വരാം. അല്ലാണ്ടും ഇടയ്ക്ക് എൻ്റേതായ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളുമായിട്ടുള്ള കുക്കിംഗായിട്ടോ എന്തായിട്ടൊക്കെ ആണെങ്കിലും ചെറിയ വീഡിയോകളൊക്കെ ഇടയ്ക്ക് വരും. മെയിനായിട്ട് സ്കിൻ കെയറിൻ്റെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക. ഷോർട്സ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിരിക്കുക സ്കിപ്പ് ചെയ്ത് കളയുക. അത്രേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ വെയിറ്റ് ചെയ്യുക. ടാറ്റാ.